പരിശുദ്ധമായ മുഹറം 10 പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യം ഏതെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് വല്ലാത്ത സൗഭാഗ്യമാണെന്ന് അള്ളാന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുമ്പോൾ, ഒന്നാമത്തത് മുഹറം 10 നോമ്പാണ്. രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ? പരിശുദ്ധമായ മുഹറം 10 അന്ന് തൻ്റെ കുടുംബത്തിൽ വിശാലത ചെയ്യലാണ്, കുടുംബത്തിലുള്ളവരോട് സ്നേഹത്തോട് പെരുമാറലാണ്. അന്ന് നോമ്പ് തുറക്കാൻ നല്ല സുഭിക്ഷമായ നല്ല ഭക്ഷണം കൊടുക്കലാണ്, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ്, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ വസ്സഅല യാലിഹി വസ്സഅല്ലാഹു സായിറസ്സനാ. ഏതെങ്കിലും ഒരാൾ മുഹറം 10 അന്ന് തന്റെ കുടുംബത്തിൽ വിശാലത ചെയ്തു പോയാൽ ഒരു വർഷം മുഴുവൻ പടച്ച റബ്ബ് അവന്റെ മേൽ വിശാലത ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നല്ല സ്നേഹത്തോടെ പെരുമാറണം. അന്ന് മാത്രമല്ല, എന്നും സ്നേഹത്തോടാണ് പെരുമാറേണ്ടത്. അന്ന് പ്രത്യേകം സ്നേഹത്തോടെ പെരുമാറി വീട്ടിലുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം ചെയ്തു കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തത്, നമ്മുടെ പ്രിയപ്പെട്ട പലരും ആറടി മണ്ണാകുന്ന ഖബറിന്റെ ആയിലാൻ, അവരെ മറക്കരുത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരെ ഖബർ സിയാറത്ത് ചെയ്യണം. നാലാമത്തെ കാര്യം അല്ലാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, ഒരു 10 രൂപയെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മൾ സ്വതക്ക കൊടുക്കണം. കാരണം എന്തെന്നറിയുമോ? മൻ തസദ്ദഖ ഫീഹി കസ്സദഖത്തിസ് സനാ. മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്, മുഹറം 10 ഒരാൾ സ്വതക്ക കൊടുത്താൽ ഒരു വർഷം സ്വതക്ക കൊടുത്തതിന്റെ പ്രതിഫലമാണ്. ഈ 4 കാര്യം നമ്മൾ മറക്കാതെ ചെയ്യണം.